ഗെയിമാണ് ഗൈസ്. അപ്പൊ നമ്മള് കളിക്കാൻ പോണേ. ആരാണ് കേട്ടത്? പിന്നെ ഞാനാ. ശരി ശരി. അപ്പൊ ഞങ്ങൾക്ക് തരണേ. ഗൈസ് അപ്പൊ നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ട്. നമ്മളൊരാളെ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടുപിടിച്ചു. ഗൈസ് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഗൈസ് നമ്മൾ എങ്ങോട്ട് വിളിക്കുന്നു? ആദ്യം ഒരാളെ കണ്ട്. ആഹിനെ കണ്ടിട്ടുണ്ട്. അടുത്ത അഹദുണ്ട്. അഹദിനെ നോക്കാം. ഗൈസ് ഇവിടെ നിന്നാണ് ചിരട്ടായിരുന്നു സൗണ്ട് കേട്ടെ. ഗൈസ് നമ്മള് കണ്ടിട്ടുണ്ട്. ഓടി വന്നപ്പോ ഗൈസ് അടിച്ച് നമ്മൾ അയറാണ് ഗൈസ് എണ്ണാൻ പോകുന്നത്. ചെരുപ്പിലൊക്കെ പൂമറട്ടിക്കൊണ്ട് ഇപ്പൊ കളഞ്ഞിട്ട് വന്നു. ശരി എന്ന് നമ്മളെല്ലാവരും ഇപ്പൊ കടയിൽ പോയിട്ട് കുറെ മുട്ടായി വാങ്ങിച്ച് തിന്നിലാണ് പണി. അത് വേറെ കാര്യം. 30 രൂപയാണേ. പെട്ടെന്ന് പറയാം. അറിയാലോ എണ്ണനൊക്കെ പിള്ളേരാണ്. അപ്പൊ അറിഞ്ഞൂടെങ്കിലോ ഇത്ര ചെവി കെട്ട് എന്നാന്നറിയാം അവിടെ രഹസ്യം. എന്തിനാണ് കേട്ടെന്നറിയോ ഗൈസ്? 30 എന്ന് വെച്ചാൽ എന്തിനാണ് ഉദ്ദേശിച്ചത് ആള്? ഞാൻ പറഞ്ഞു 30 30. ഓക്കെയാ? കൊച്ചു പിള്ളേരാണ്. ഓക്കെ ഓക്കെ. നീ നമ്മുടെ കൂടെ നിക്കണ. ഓക്കെ. അപ്പൊ ആഹി ക്യാച്ചറിന്റെ കൂടെയാണ് വരണേ. അപ്പൊ നമ്മളൊക്കെ എവിടെ നിക്കണേന്ന് നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസ് ആയിട്ട് ട്വിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മളെ കാണാൻ പറ്റും അല്ലേ? അപ്പൊ ഓക്കെ ടാറ്റാ. ഗൈസ് അപ്പൊ എണ്ണിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്കെല്ലാരും കണ്ടു. ഒരാളെ ഞാൻ കണ്ടു. ഗൈസ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോവാം. ചിലപ്പോ ഇവിടെ കാണുന്നതാണ്. ബാഗിൽ നമ്മള് ഒരാളിനെ കണ്ടിട്ടുണ്ട്. അഹദിനെ കണ്ടിട്ടുണ്ട് ഗൈസ്. നീ 2 പേരുണ്ട് ഗൈസ്. അവരൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. വീട്ടിൽ പോയിട്ടുണ്ട്. ഒരാള് വീട്ടിൽ പോയിട്ടുണ്ടോ? അവ ഇല്ലല്ലോ. ഒരാള് വീട്ടില് ഇവിടെ ഇല്ല. സുമിയാമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അയ്യോ നാട്ടുകാരെ, എനിക്കൊരു ബോധവും വിവരവും സത്യം പറഞ്ഞ ഗൈസ്. എല്ലാരെയും പിടിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പൊ ഇനി അടുത്ത ക്യാച്ചറ് അഹദാണ് ഗായ്സ്. കുറച്ചൊരു പണിയുണ്ട്. 30 വരെ ആയോണ്ട് പെട്ടെന്ന് ഇതാവുന്നു. അപ്പൊ 50 വരെ നീ എണ്ണ. അയ്യോ പിന്നെ വേറെ ടെക്നിക്കില്ല എണ്ണം. അതൊന്നും പറ്റത്തില്ല. നിന്റെ കള്ളക്കളിയൊന്നും ഇവിടെ നടക്കൂല. കറക്റ്റ് 50 വരെ എണ്ണണം. ഞാൻ ഏൽപ്പിച്ചിരിക്കുക. ഓക്കെ ഒന്ന് വാങ്ങാൻ ഗായ്സ്. നമ്മൾ ഫറഹായി കണ്ടിട്ടുണ്ട് ഗായ്സ്. അവര് 2 പേരെയും കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞത് ഈ
ഒരു ഏരിയ മൊത്തം, അതായത് ഇതൊരു കോളനി പോലത്തെ ഒരു ഏരിയ ആണ്. അത് അങ്ങനത്തെ വീടൊക്കെ ഉള്ളതാണ്. അതൊരു ചെറിയൊരു ഇടവഴിയാണ്. അപ്പോൾ ഇവിടെ ഒളിച്ചാൽ പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയാണ് ഒളിച്ച് കളിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ മാത്രം വെച്ചെടുക്കുന്നത് കേട്ടോ. അതാണ് പെട്ടെന്ന് കളി അങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരുത്തരം കണ്ടുപിടിച്ച് അപ്പൊ നമ്മൾ എല്ലാരും പിടിച്ചിട്ടുണ്ട്. ഞാനാണ് നമ്മുടെ ക്യാച്ചർ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണാന്. ഇവരെ കണ്ടുപിടിച്ച് തൂക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എണ്ണുമ്പോൾ തന്നെ പറയും ഞാൻ തൂക്കിയിരിക്കണം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും തൂക്കണ്ടേ? വാ അപ്പൊ എണ്ണീട്ടുണ്ട്. നമുക്കിനി എല്ലാരും കണ്ടുപിടിക്കാം. തൂക്കാം നമുക്ക് എല്ലാവരെയും പോയി തൂക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ കസിൻസ് 7 പേരാണ് കേട്ടോ. ഒരാൾ ഫൈറോസ് എന്നാണ് പേര്. കുഞ്ഞാണ്, 1 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ നമ്മളെ കൂടെ വരാത്തത്. ഒരാൾ വന്നിട്ട് ആലിം എന്നാണ് പേര്. അവൻ വന്നിട്ട് അവൻ്റെ വീട്ടിൽ പോയി. നമ്മൾ വെക്കേഷന് ഇവർ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കസിൻസൊക്കെ ഉള്ളപ്പോൾ നമ്മൾ DJ പാർക്ക് ഇങ്ങനെ എന്താണ് ഒഴുക്കാറ്റ് അങ്ങനത്തെ കുറേ വൈബ് കളിയൊക്കെ കളിക്കും. അത് നിങ്ങൾ ശരി കുഞ്ഞു പിള്ളേരാണ് ഇങ്ങനെ കളിക്കുന്നത്. പക്ഷെ ഇതിന് എന്തോ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. നമുക്ക് എല്ലാവരും പോയി തൂക്കാം. കളമ്പോഴാണ് ഒരാളും കൂടെ ഉണ്ട് ഗായ്സ്. നമ്മൾ 2 പേരെ പിടിച്ചിട്ടുണ്ട്. ഗായ്സ് അടുത്ത ആള് വീട്ടിന്റെ സൈഡിലൊക്കെ തന്നെ ഗായ്സ് കാണും. ഇവിടെയൊക്കെ കാണും ഗായ്സ്. ഗായ്സ് ഇങ്ങോട്ടാണ്. ഗായ്സ് അവരെ കണ്ടിട്ടുണ്ട്. അതാ നിൽക്കുന്നു ഗായ്സ്. കള്ളി അതാ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് തൂക്കാൻ പാടില്ല ഗായ്സ്. തൂക്കാത്ത വെള്ളത്തിൽ നമ്മൾ മുങ്ങുന്നതാണ്. പ്രാവശ്യം നമ്മൾ മുങ്ങിയിരിക്കും. എപ്പോഴും എന്നെ കണ്ടുപിടിക്കും. പ്രാവശ്യം നമ്മളിപ്പോൾ വീഡിയോ 7 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ 9-10 മിനിറ്റോട് കൊണ്ടുപോകും. പറഞ്ഞില്ല അത് തന്നെ ഗൈസ് നമ്മൾ മറന്നിരിക്കുകയായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? ഹൈപ്പും കൂടെ ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ കമന്റ് ഒക്കെ ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ എണ്ണീട്ടുണ്ട്. നമുക്ക് എല്ലാവരും പോയി കണ്ടുപിടിക്കാം ഗൈസ്. അയവയെ കണ്ടിട്ടുണ്ട് ഗായ്സ്. ഇവിടെ കണ്ടിട്ടുണ്ട് ഗായ്സ്. ഇവിടെ കുടുങ്ങി. അടുത്താളെ കണ്ടിട്ടുണ്ട് ഗായ്സ്. എല്ലാവരും ഇനി ഒരുത്തലും കൂടെ ഉണ്ട് ഗായ്സ്. നീ അവരെ തൂക്കിയിട്ടാവും വരും. അവനെ തൂക്കിയിട്ടുണ്ട് ഗായ്സ്. തൂക്കിയാ മതിലെത്തി ചാടിയായിരുന്നു അവര്. ഹലോ ഗായ്സ്, ഞാനൊരു കാര്യം പറയട്ടെ. അടുത്ത വീഡിയോസ് കുറച്ചും കൂടെ ലെങ്ത് ഉള്ളായിരിക്കും. കാരണം ഇനി നമ്മൾ ഇത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അടുത്ത വീഡിയോ വന്നിട്ട് എല്ലായിടത്തും മൊത്തത്തിലുള്ള ഒരു വീഡിയോ എടുക്കുക. അതായത് നമ്മളെ കോളഞ്ഞ് മൊത്തം ആ ഒരു കോമ്പൗണ്ട് മൊത്തം, അതായത് കോളഞ്ഞ് മൊത്തം ഉള്ള വീടുകളിൽ നമുക്ക് ഒളിക്കാൻ പറ്റുന്ന ഒരു ഇതിലായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നത്. കാരണം ഇത് ഇപ്പോഴും ചെറിയൊരു ലെങ്താണ്, 7 മിനിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് തോന്നുന്നത് ഇത് കുഞ്ഞൊരു 1 മിനിറ്റ് പോലും ആയിട്ടില്ല നമ്മൾ കളിച്ച് തുടങ്ങിയിട്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഈ സ്ഥലം അതിന് അടുത്ത ഹൈഡ് ആൻഡ് സീക്ക് പാർട്ട് 2 ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തത്തിലുള്ള ഇത് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും നമുക്ക്. നിങ്ങളിപ്പോൾ നമ്മുടെ വീട് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ ഈ കോളനി മൊത്തം എക്സ്പ്ലോർ ചെയ്ത് കാണാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ ബൈ.